നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിൽ എടുക്കുക. മെഗാസ്റ്റാർ റിട്ടേൺസ്. നമ്മൾ ഏത് രീതിയിലും മഹാനടൻ വന്നു, കിങ് ഈസ് ബാക്ക്, ലോകം ഇറങ്ങിയ ശേഷം മൂത്തോൻ ഈസ് ബാക്ക്. എന്തായാലും മമ്മൂട്ടി ഷൂട്ടിങ്ങിന്റെ ദിനചര്യകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇങ്ങനൊരു വിശ്രമം എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ എടുത്ത ചരിത്രമേ ഇല്ല. കാരണം കോവിഡിന് സമയത്ത് എല്ലാവരും വിശ്രമം എടുത്ത പോലെ അത് ഓട്ടോമാറ്റിക്കലി അതൊരു എല്ലാ ലോകം മൊത്തം സ്തംഭിച്ചപ്പോൾ മാത്രമേ അദ്ദേഹം വിശ്രമിച്ചിട്ടുള്ളൂ. അല്ലാതെ സിനിമാ ജീവിതത്തിൽ ഒരു വിശ്രമം ഒരു ദിവസം പോലും എടുക്കുന്നൊരു നടനല്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവശാസ്ത്രമാണ് സിനിമ എന്നുള്ളത്. എന്തായാലും മമ്മൂട്ടി വന്ന ഉടനെ ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റിയിൽ മഹേഷ് നാരായണന്റെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്കി ഷെഡ്യൂളുകൾ മമ്മൂട്ടി മോഹൻലാലുമായിട്ടുള്ളതുകൊണ്ട് മമ്മൂട്ടി നയൻതാര മമ്മൂട്ടി കോമ്പിനേഷൻ സീനുകൾ ഒരുപാട് തരം ഫാസിലുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 45 ദിവസം ഷൂട്ടിങ് അത് കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും ഈ വർഷം തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത വർഷം ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരിക്കും അതിൻ്റെ റിലീസ് ഉദ്ദേശിക്കുന്നത്. ഇനി മമ്മൂട്ടിയെ കാത്തിരിക്കുന്ന പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? അതൊരു എല്ലാവരും ചോദിച്ചിരിക്കുന്നതാണ്. മമ്മൂട്ടി ഇനി ഏതൊക്കെ പ്രൊജക്റ്റുകളാണ്? മമ്മൂട്ടിയെ സംബന്ധിച്ചുള്ള മമ്മൂട്ടി ഏത് പുത്തൻ സമയം വന്നാലും പുത്തൻ സ്ക്രിപ്റ്റ് വന്നാലും അന്നേരം തന്നെ ആ പ്രൊജക്റ്റുകൾ ചിലപ്പോൾ ഓണാക്കും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ഓണാക്കും. അതിന് വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഡയറക്ടർ വേണമെന്നൊന്നുമില്ല. എന്നാൽ പോലും ഉറപ്പുള്ള പ്രൊജക്റ്റുകളിൽ നിതീഷ് സഹദേവന്റെ പ്രൊജക്റ്റ് ഫാലിമി എടുത്ത ഡയറക്ടറാണ്. ഒരു തിരുവനന്തപുരം ഭാഷ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങേയറ്റത്തെ ഒരു രീതിയിൽ രാജമാണിക്യം സ്ലാങ് അല്ലെങ്കിൽ വേറെ രീതിയിൽ സ്ലാങ് പിടിക്കുന്ന ഒരു സിനിമയാണ്. ആക്ഷൻ കോമഡി ഗണത്തിൽ വരുന്ന സിനിമ തന്നെയാണ്. ഈ സിനിമയായിരിക്കാം അദ്ദേഹം ചിലപ്പോൾ ആദ്യം തുടങ്ങുന്നത്. എന്തായാലും ഒരു ഗംഭീര പ്രൊജക്റ്റാണ്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മാണം. നിരവധി താരങ്ങൾ അണിനിരക്കുന്ന സിനിമയാണ്. നല്ലൊരു സംവിധായകനാണ്. ഒറ്റ സിനിമ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സംവിധായകൻ അത്യാവശ്യം ക്വാളിറ്റി വൈസ് മേക്കിംഗ് ഒക്കെ ആയിരിക്കും മമ്മൂട്ടി ഡേറ്റ് കൊടുത്തേക്കുന്നത്. അടുത്തത് നമ്മുടെ സ്വന്തം ഖാലിദ് റഹ്മാനാണ്. മമ്മൂട്ടിയായിട്ട് നേരത്തെ ഉണ്ട എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ഗംഭീര സിനിമയായിരുന്നു. എന്തായാലും അദ്ദേഹം കൊമേഴ്സ്യൽ സിനിമയുടെ വക്താവാണ്. ഖാലിദ് റഹ്മാൻ ഒരു ഗാങ്സ്റ്റർ മൂവി എന്നാണ് അറിയപ്പെടുന്നത്. മമ്മൂട്ടി ചെയ്യാൻ പോകുന്ന ഗാങ്സ്റ്റർ മൂവിയാണ്. നസ്രിൻ പ്രധാന കഥാപാത്രത്തെ വരുന്നു. ലുക്മാനും അതിനകത്ത് അഭിനയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്ന സിനിമ. അന്നേരം അടുത്ത ഖാലിദ് റഹ്മാൻ സിനിമ, നിതീഷ് സഹദേവൻ സിനിമ, ടിനു പാപ്പച്ചന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ. അത് മലബാർ കേന്ദ്രീകരിച്ചുള്ള മലബാറിൽ നടക്കുന്ന ഒരു കഥ. ഒരുപക്ഷെ ഒരു പാലേരി മാണിക്യവും രാജമാണിക്യവും ഒക്കെ പോലെ തോന്നിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ. അത് ടിനു പാപ്പച്ചന് ഈ പറഞ്ഞ പോലെ ഒരു നാല് ആക്ഷൻ സീക്വൻസുകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഗംഭീര സിനിമ. ടിനു പാപ്പച്ചൻ്റെ ഒരു മേക്കിംഗ് ഒരു വ്യത്യസ്തമാണ്. 90% ചിത്രങ്ങൾ ടിനു പാപ്പച്ചൻ്റെ വിജയമാണ്. വളരെ കുറച്ച് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 90% വിജയ ശതമാനമുള്ള സംവിധാനമാണ് ടിനു പാപ്പച്ചൻ. അഗ്രസീവായിട്ടൊരു ഡയറക്ടറാണ്. അന്നേരം നമ്മുടെ ലിജോ പെല്ലിശ്ശേരിയുടെ അരുമ ശിഷ്യനൊക്കെയാണ്. അന്നേരം ഗംഭീര ചിത്രമായിരിക്കട്ടെ. അന്നേരം ഇതെല്ലാം ഉറപ്പുള്ള പ്രൊജക്റ്റുകളോടൊപ്പം അമൽ നീരദിന്റെ ഷുവർ പ്രൊജക്റ്റുകൾ 2 ഉണ്ട്. അദ്ദേഹം ഏത് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യും എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. പലരും ബിലാൽ എന്ന് പറയുന്ന പോലെ ബിലാൽ ഒരിക്കലും നിർത്തിപ്പോയിട്ടൊന്നുമില്ല. ബിലാൽ പ്രോഗ്രസ്സിലുണ്ട്. അത് എപ്പോഴാണ് അമൽ നീരദ് ചെയ്യണമെന്ന് നോക്കും, അമൽ നീരദ് ചെയ്യും. അല്ലാതെ തന്നെ മമ്മൂട്ടിക്ക് ഒരു അമൽ നീരദ് ചിത്രമുണ്ട്. അതല്ലാതെ ഈ പറയുന്ന പോലെ അൻവർ റഷീദിന്റെ ചിത്രം അത് ആര് നിർമ്മിക്കും, നിർമ്മാണമൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ. പക്ഷേ അൻവർ റഷീദിന്റെ ചിത്രമുണ്ടെന്നാണ് 90% സ്ട്രോങ് റൂമേഴ്സ്. ഒരുപാട് പേരുടെ ചിത്രങ്ങളല്ലാതെ അനവധിയുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അദ്ദേഹം ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ ബാക്കിയുള്ള നടന്മാരുടെ കൂട്ടല്ല. ഒരു പ്രൊജക്റ്റ് പെട്ടെന്നായിരിക്കും അദ്ദേഹം ഡിസൈൻ ചെയ്യുന്നത്. ഒരു കഥ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോജക്റ്റുകൾ ചിലപ്പോൾ മാറ്റിവെക്കും. ഇതെന്തായാലും ഇതൊക്കെ ഈ പറഞ്ഞ പ്രോജക്റ്റുകളൊക്കെ 2026 നടക്കുന്ന പ്രൊജക്റ്റുകൾ തന്നെയാണ്. ഷുവർ പ്രൊജക്റ്റുകളാണ്. അതിനകത്തൊരു മാറ്റവും ഇല്ലാത്ത പ്രൊജക്റ്റുകൾ ഇതൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ചിലപ്പോൾ ഒരു സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയേക്കാം. പക്ഷേ ഇതൊക്കെ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളാണ്. ഒരുപക്ഷെ ബോക്സ് ഓഫീസിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, മമ്മൂട്ടിക്ക് മാത്രം കല്യാണി പ്രിയദർശൻ മറ്റേ 100 കോടി അടിച്ചു, മമ്മൂട്ടിക്ക് 100 കോടി, ഡയറക്റ്റായിട്ട് 200 കോടിയോ 300 കോടി ചിലപ്പോൾ എത്തിയാലോ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ലോകം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു സിനിമ മതി. മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനടൻ ആക്ടറിനെ നമുക്കറിയാം. ബോക്സ് ഓഫീസ് റെക്കോർഡിന് ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ നടന വിസ്മയം നമ്മൾ കണ്ട് ഓരോ സിനിമകളിലും കണ്ടു മാറണം. 2020 ശേഷവും 2020 ശേഷം പുത്തൻ മമ്മൂട്ടി പഴയ മമ്മൂട്ടി ഒന്നുമില്ല. മമ്മൂട്ടി എപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ്. അന്നേരം റെക്കോർഡുകൾ പഴങ്കഥയാക്കാൻ ഒറ്റ സിനിമ മതി. അത് 2026 തന്നെ സംഭവിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇതെല്ലാം എല്ലാം നന്നായിട്ട് വരട്ടെ. മമ്മൂട്ടിയുടെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ച് എത്തിയതിലും സന്തോഷം. വരാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.